അറിവിന്റെ പീഠം എത്താൻ കുറുക്കുവഴികളില്ലെന്നും അതിന് അവനവൻ തന്നെ കഠിനമായ വഴികളിലൂടെ നടക്കേണ്ടതുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നു കുടജാദ്രി യാത്ര. കുടജാദ്രി, ഇത് അറിവിന്റെ തമ്പുരാൻ തപമിരുന്ന പീഠം, അക്ഷരപുണ്യത്തിന്റെ അവസാന വാക്ക്. ദ്വൈതഭാവങ്ങൾ ഏതുമില്ലാതെ പ്രപഞ്ചസാരങ്ങളും തേടി ശങ്കരാചാര്യർ നടന്നെത്തിയത് ഈ തപസ്ഥലിയിൽ. ജ്ഞാനത്തിന്റെ പൂർണ്ണദീപം ആചാര്യർ തെളിയിച്ചത് ഈ കൽവിളക്കിൽ. സർവജ്ഞാനവും സ്വായത്തമാക്കിയ ഈ പീഠത്തിന് താഴെയേ ഉള്ളൂ ഭൂമിയിലെ ചരങ്ങളല്ല. ഇതിനു മുകളിൽ ദൈവതം മാത്രം. അത് മനുഷ്യജന്മത്തിന് എത്തിപ്പെടാനാവാത്ത പരബ്രഹ്മം. ഹായ്, നമസ്കാരം. KRR വിഷനിലേക്ക് സ്വാഗതം. ഞാൻ KR രാജേഷ് കുമാർ. ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് തപോഭൂമി കുടജാദ്രി എന്ന വീഡിയോയിലേക്കാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം. കുടജം എന്നാൽ കുടകപ്പാല എന്നർത്ഥം. കുടകപ്പാല ഒരു ഔഷധ സസ്യമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7000 അടി ഉയരത്തിൽ കുടകപ്പാലകൾ പൂത്തുലഞ്ഞാടുന്ന വനവിശുദ്ധിയിൽ കുടജാദ്രി ജ്ഞാനത്തിന്റെ ശിലാസാക്ഷ്യമായി തലയുയർത്തി നിൽക്കുന്നു. മേഘങ്ങൾ ഇവിടെ കാൽക്കീഴിലാണ്. സദാ മൂടിവരുന്ന നനുത്ത മഞ്ഞിൽ ഇടയ്ക്കിടെ പെയ്യുന്ന നൂൽമഴ ആത്മബോധത്തിന്റെ സൂചിക്കുത്ത് നൽകി ചാറി മറയുന്നു. ഇടതടവില്ലാതെ ചൂളം കുത്തുന്നു തപോഭൂമിയിലെ ശീതക്കാറ്റ്. കോടി പുണ്യവുമായി ഒഴുകി വരുന്ന നീർച്ചാലുകൾ ഔഷധ സസ്യങ്ങളെ തഴുകി അരികിലെത്തുമ്പോൾ ഔഷധ കൂട്ടുകളാകുന്നു. സൗവർണികയിൽ മുങ്ങി മൂകാംബികയെ തൊഴുതു കഴിഞ്ഞാൽ കുടജാദ്രി യാത്ര ബാക്കിയാവുന്നു. ശങ്കര ജഗജനനീ തായേ സന്തതം കനിയണേ മൂകാംബികേ. കൊല്ലൂരിലെ പ്രശസ്തമായ മൂകാംബിക ക്ഷേത്രം കുടജാദ്രിയുടെ താഴ്വരയിലാണ്. കുടജാദ്രിയിലെ ആദി മൂകാംബിക ക്ഷേത്രം ശ്രീ മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനമായി കരുതപ്പെടുന്നു. ആദിപരാശക്തിയുടെയും പരബ്രഹ്മത്തിന്റെയും സംയോജിത രൂപമാണ് ശ്രീ മൂകാംബിക. ദേവീ വിഗ്രഹത്തിന് മുമ്പാകെ അതിപുരാതനമായ ഒരു സ്വയംഭൂ ജ്യോതിർലിംഗമുണ്ട്. കണക്കാക്കാൻ സാധ്യമല്ലാത്ത കാലപ്പഴക്കം അതിനുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ജ്യോതിർലിംഗം ഒരു സുവർണ രേഖയാൽ രണ്ടായി ഭാഗിക്കപ്പെട്ടിരിക്കുന്നു. സുവർണരേഖയുടെ വലതുവശത്തുള്ള ജ്യോതിർലിംഗ ഭാഗം ചെറുതും ഇടതുഭാഗം വലുതുമാണ്. വലതുവശത്തെ ചെറിയ ഭാഗം സൃഷ്ടി, സ്ഥിതി, സംഹാരഭാവങ്ങളായ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ത്രിമൂർത്തികളെയും വലിപ്പമേറിയ ഇടതുഭാഗം ആദിപരാശക്തിയുടെ ത്രിവിധ ഭാവങ്ങളായ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ ശക്തിഭാവങ്ങളെയും പ്രതിനിധാനം ചെയ്യും. ബ്രഹ്മസത്തയുടെയും പരാശക്തിയുടെയും ഏകത്വമാണ് സുവർണരേഖയാൽ സങ്കല്പിക്കപ്പെടുന്നത്. ഇപ്രകാരം പരബ്രഹ്മത്തിന്റെ ശക്തിഭാവമായ പരാശക്തിക്ക് ജ്യോതിർലിംഗത്തിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നതിനാലാണ് വിഗ്രഹത്തിന് ശ്രീ മൂകാംബിക ദേവിയുടെ മനോജ്ഞ രൂപം നൽകപ്പെട്ടിരിക്കുന്നത്. ഭാരതീയ തത്വചിന്തയിൽ സ്ത്രീരൂപമാണ് ശക്തിയുടെ പ്രതീകം. ആദി ശങ്കരാചാര്യ സ്വാമികളാൽ പ്രതിഷ്ഠിതമായതാണ് ദിവ്യജ്യോതിസ് വിളയാടുന്ന ദേവീ വിഗ്രഹം. ദേവീ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് മുൻപ് ശ്രീചക്രഭാവാത്മകമായ ജ്യോതിർലിംഗം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അദ്വൈതാചാര്യനായ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ഈ ആധ്യാത്മിക സന്നിധിയിൽ എത്തുകയും അവിടെ ബ്രഹ്മസത്തയിൽ മനസ്സുറപ്പിച്ച് ധ്യാനനിരതനായി കഴിയുകയുമുണ്ടായി. പരബ്രഹ്മശക്തിയുടെ സഗുണ ദർശനം ശ്രീ മൂകാംബിക രൂപത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുകയും തനിക്ക് ദൃശ്യമായ അതേ രൂപത്തിൽ ശംഖചക്രാഭയാഭീഷ്ടഹസ്തയായ പത്മാസനസ്ഥയായ ദേവിയുടെ ഒരു പഞ്ചലോഹ വിഗ്രഹം ജ്യോതിർലിംഗത്തിന് പിന്നിൽ അദ്ദേഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പ്രണവമന്ത്രാത്മികേ ദേവി മൂകാംബികേ കോലാപുരേശ്വരി തായേ. സൗന്ദര്യാരാധകർക്കും തീർത്ഥാടകർക്കും ഒരു അലൗകിക ദർശനം നൽകുന്ന സ്ഥലമാണ് കുടജാദ്രി ശൃംഗം. അതിന്റെ നെറുകയിൽ നിന്നുകൊണ്ട് തീർത്ഥാടകൻ ഈശ്വര മഹത്വം, പ്രകൃതി സൗന്ദര്യത്തിൽ കണ്ട് ആനന്ദിക്കുന്നു. ചരിത്രപരമായും ആത്മീയമായും വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് കുടജാദ്രി. 4500 അടി ഉയരമുള്ള ഈ കൊടുമുടി സമുദ്രത്തിൽ വളരെ ദൂരെ നിന്ന് ദൃശ്യമാകുന്നതിനാൽ പുരാതന കാലം തൊട്ട് അത് നാവികർക്ക് സുപരിചിതമായിരുന്നു. കുടജാദ്രിയുടെ മൂർധാവിൽ
കരിങ്കലിൽ നിർമ്മിക്കപ്പെട്ട ഒരു മണ്ഡപമുണ്ട്. സർവജ്ഞപീഠം അഥവാ ശങ്കരപീഠം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ധ്യാനത്തിലിരുന്ന സ്ഥലമാണ് ഇവിടമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൊല്ലൂരിൽ നിന്ന് ഉദ്ദേശം 25 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ കുടജാദ്രി ശൃംഗത്തിലെത്താം. പണ്ട് കാൽനടയാത്ര മാത്രമായിരുന്നു മാർഗം. ഇന്ന് ജീപ്പുകളുണ്ട്. 8 പേരടങ്ങുന്ന ഒരു ജീപ്പിന് ആളൊന്നിന് 450 രൂപയാണ് വാടക. സ്വന്തമായി എടുത്താൽ 2800 രൂപ. മൂകാംബികയിൽ നിന്നും 1.5 മണിക്കൂർ വരും കുടജാദ്രിയിലേക്കുള്ള ജീപ്പ് യാത്ര. മൺപാതയിലൂടെയുള്ള വനയാത്ര മൂലസ്ഥാനത്തുള്ള ദേവീക്ഷേത്രം എത്തുമ്പോൾ അവസാനിക്കുന്നു. ഇവിടെ നിന്നാണ് സർവജ്ഞപീഠത്തിലേക്കുള്ള പദയാത്ര ആരംഭിക്കുന്നത്. ഇത് 2 രീതിയിലാകാം. ഒന്നുകിൽ ജീപ്പ് ഡ്രൈവർ അനുവദിച്ചു തരുന്ന 2 മണിക്കൂർ സമയം കൊണ്ട് സർവജ്ഞപീഠം കണ്ട് വിശ്രമമില്ലാതെ തിരിച്ചു പോകാം. അല്ലെങ്കിൽ മൂലസ്ഥാനത്തുള്ള കർണാടക സർക്കാരിന്റെ ഗസ്റ്റ് ഹൗസിലോ ക്ഷേത്ര പൂജാരികൾ പാരമ്പര്യമായി നടത്തുന്ന വീടുകളിലോ തങ്ങി പിറ്റേന്ന് എല്ലാം കണ്ട് മലയിറങ്ങാം. സന്യാസപാതയിൽ 1 മണിക്കൂറോളം നീളുന്ന തീർത്ഥയാത്ര. യാത്രാമധ്യേ നടപ്പാതയുടെ വലതുവശത്തുകൂടി താഴോട്ട് ഇറങ്ങിയ ഗണപതി ഗുഹ. ഒരു പരന്ന പ്രദേശത്താണ് ഗണപതി ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരു പുരോഹിതൻ പതിവ് ആചാരങ്ങൾ നടത്തുന്നു. ഇവിടെ നിന്നും ചിത്രമൂലയിലേക്ക് ഗുഹാമാർഗം സഞ്ചരിക്കാമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശങ്കര ജഗജനനീ തായേ സന്തതം കനിയണേ മൂകാംബികേ. അറിഞ്ഞതിനും അപ്പുറമാണ് ആയിത്തീരേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തൽ ഈ വന്യതയിലെ ഓരോ കയറ്റവും നമ്മെ പഠിപ്പിക്കുന്നു. അഹംബോധം നിശേഷം ശൂന്യമായി പോകുന്ന യാത്രയിൽ ജ്ഞാനത്തിന്റെ പാഠപുസ്തകം നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നു. ആകാശത്തിന്റെ തൊട്ടുതാഴെയുള്ള നിശബ്ദതയിൽ, മഞ്ഞ് അരിച്ചിറങ്ങുന്ന കുടജാദ്രിയിലെ വിശുദ്ധിയുടെ നിറവിൽ, പവിത്രമായ ശങ്കരപീഠത്തിന്റെ കൽപ്പടവിൽ ഒരു മാത്രം മിഴിപൂട്ടിയിരിക്കുമ്പോൾ പൂർണ്ണമായ ജ്ഞാനത്തിലാണ് ശാന്തിയുടെ പ്രണവാക്ഷരം തുടങ്ങുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു. ശങ്കര ജഗജ്ജനനീ തായേ സന്തതം കനി. കൽപ്പടവുകൾ പിന്നിട്ട് സർവജ്ഞപീഠം ഇറങ്ങുമ്പോൾ പിന്തിരിഞ്ഞു നോക്കരുത്. അതാണ് കീഴ്വഴക്കം. പക്ഷേ മനസ്സ് പിന്നിലേക്ക് എത്തി നോക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വഴിയും വെളിച്ചവും ഒരു തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് കേരളത്തിലെ കാലടിയിൽ ജനിച്ചു വളർന്ന ഒരു ബ്രാഹ്മണ ബാലൻ എങ്ങനെ ഈ വന്യതയുടെ കൊടുംതണുപ്പിൽ വന്ന് തപസിരുന്നു, എങ്ങനെ ജീവിച്ചു? 8ാം വയസ്സിൽ 4 വേദങ്ങളും ഹൃദയസ്ഥമാക്കിയ, 12ാം വയസ്സിൽ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം ചമച്ച, 32 വയസ്സിന് മുമ്പ് തന്നെ 300ഓളം സംസ്കൃത കൃതികൾ രചിച്ച് കാലത്തിനു വേണ്ടി കരുതി വെച്ച, കാലത്തിന് മുമ്പേ നടന്ന ആദിഗുരു ശങ്കരാചാര്യർക്ക് അറിയാത്തതായി ഒന്നുമില്ലല്ലോ. പ്രസ്ഥാനത്രയങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉപനിഷത്തുകൾ, ഭഗവത്ഗീത, വേദാന്ത സൂത്രങ്ങൾ എന്നിവയുടെ വ്യാഖ്യാനങ്ങളും ഭാഷ്യങ്ങളും, വിവേക ചൂടാമണി, സൗന്ദര്യലഹരി തുടങ്ങിയ ചില സ്വതന്ത്ര കൃതികളും കൂടാതെ കുറെ കീർത്തനങ്ങളും ഇവയാണ് ശങ്കരാചാര്യരുടെ പ്രധാന കൃതികൾ. ഇവയിലൂടെയാണ് അദ്ദേഹം അദ്വൈത വേദാന്തം എന്നറിയപ്പെടുന്ന തന്റെ സിദ്ധാന്തം ഉന്നയിച്ചത്. വിദൂരതകളിൽ നിന്ന് ദൃശ്യമാകുന്ന മരതകപ്പച്ച പുതച്ച ഈ സമുന്നത പർവ്വത ശൃംഗവും അതിലെ നിബിഡ വനങ്ങളും ഗുഹകളുമെല്ലാം പുരാതന കാലം മുതൽക്ക് തന്നെ അത് ഒരു തപോഭൂമിയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. സഹസ്രാബ്ദങ്ങളായി സത്യത്തെ തേടിയുള്ള മനുഷ്യാത്മാവിന്റെ നിരന്തര യത്നം അത് പ്രതിനിധാനം ചെയ്യുന്നു. ജീവിതത്തിന്റെ അർത്ഥവും വ്യാപ്തിയും കണ്ടെത്തി ആത്മീയ ശക്തിയും ശാന്തിയും ആർജിക്കുവാൻ മനുഷ്യ മനസ്സിനെ സഹായിക്കുന്ന ഒരു പുണ്യസ്ഥാനമാണിത്. ആത്മസത്യത്തിന്റെ സൗന്ദര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ പർവ്വതനിരകളിലെ ഓരോ മൺതരിയും പവിത്രമാണ്. ആ പവിത്രത നിലനിർത്തപ്പെടുക തന്നെ വേണം. തപോഭൂമി കുടജാദ്രി എന്ന ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവും. ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുൻപിലെത്തുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മകൾ നേരുന്നു. വീണ്ടും സന്ധിക്കും വരെ വണക്കം. ശങ്കര ജഗജനനീ
തായേ സന്തതം കനിയണേ മൂകാംബികേ കോലാപുരിയിൽ വാഴും